ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഒരു ടോപ്പിക്കാണ് നോക്കിയത്. അതായത് MBO അതിൻ്റെ ഫീച്ചേഴ്സ്, MBOയുടെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രോസസ്സ് ഓഫ് MBO. നമ്മൾ പറഞ്ഞ MBOൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അതൊരു ഫിലോസഫി അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ MBO എന്നുള്ളത് ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്കൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ MBO എന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ടും 6 സ്റ്റെപ്സാണ് വരുന്നത്. ഓരോന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So first step, setting of organizational objectives. The first step in MBO is the setting of organizational objectives and purpose. It includes defining the purpose of organization, long range and short range organizational objectives, divisional or departmental objective and individual managers objectives. അപ്പോൾ MBO പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്ത് ഒബ്ജക്റ്റീവാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേർപ്പസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ, ഈ ഒബ്ജക്റ്റീവ് സെറ്റിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇൻക്ലൂഡ് ഡിഫൈനിങ് ദ പേർപ്പസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പേർപ്പസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർവചിക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിച്ച് വയ്ക്കുക. അതുപോലെ ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷന്. വലിയ തോതിലുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരിക്കും, ചെറിയ തോതിലുള്ളതും ഉണ്ടായിരിക്കും. അപ്പോൾ ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഡിവിഷണൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ ഓരോ ഡിവിഷനായിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഡിവിഷനും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനുമുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മാനേജേഴ്സിനുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ പല ലെവലിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് MBO പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ റിസൾട്ട് ഏരിയാസ്. KRAs are derived from the expectations of various stakeholders and they indicate the priorities for organizational performance such as profitability, market standing, innovation, productivity, social responsibility. അപ്പോൾ ഒരു ഓർഗനൈസേഷന് നമ്മൾ വളരെ പ്രയോറിറ്റി കൊടുക്കുന്ന ചില മേഖലകളുണ്ടായിരിക്കും. ആ മേഖലകളെയാണ് നമ്മൾ KRAs എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ കീ റിസൾട്ട് ഏരിയാസ്, KRAs. അപ്പോൾ KRAs എന്നുള്ളത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അത് ഉണ്ടായിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻസ് ഓഫ് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ഷെയർ ഇട്ടിരിക്കുന്നവരെ, ആ ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. ഓഹരി ആരാണോ കമ്പനിയിൽ ഇട്ടിരിക്കുന്നത് അവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വാരിയസ് എക്സ്പെക്റ്റേഷൻസിൽ നിന്നാണ് KRAs എന്നൊരു ആശയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ KRAs എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഓർഗനൈസേഷന് വളരെ മുൻഗണന കൊടുക്കുന്ന, വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്ന ചില മേഖലകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് സ്റ്റാൻഡിങ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നമ്മളൊരു ഓർഗനൈസേഷനിൽ വളരെയധികം പ്രയോറിറ്റി കൊടുക്കുന്ന ചില മേഖലകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓർഗനൈസേഷനിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ചില മേഖലകളെയാണ് KRAs എന്ന് വിളിക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഓർഗനൈസേഷനിലെ കീ റിസൾട്ട് ഏരിയാസ് ഏതൊക്കെയാണ്, KRAsകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, സെറ്റിംഗ് സബോർഡിനേറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ദ അച്ചീവ്മെൻറ്റ് ഓഫ് organizational goals is only possible through individuals. So each individual manager must know in advance what he is expected to attain. Thereafter, the final objectives for the subordinates are set by the mutual negotiation between superiors and subordinates. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് സെറ്റ് ചെയ്ത് വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കീ റിസൾട്ട് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലുള്ള ഓരോ സബോർഡിനേറ്റ്സ്, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന സബോർഡിനേറ്റ്സും എന്ത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. സബോർഡിനേറ്റ്സ് അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്
തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് ആരിലൂടെ മാത്രമേ കഴിയുള്ളൂ? അവിടെയുള്ള ഇൻഡിവിജ്വൽസിലൂടെ, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിലൂടെ മാത്രമാണ് നമുക്ക് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതായത് അവരെന്ത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ഓരോ സബോർഡിനേറ്റും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ച് പെർഫോം ചെയ്തിട്ട് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സബോർഡിനേറ്റും മുൻകൂട്ടി അയാൾ അറ്റൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഓൾറെഡി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലൊരു മ്യൂച്വൽ നെഗോഷിയേഷനിലൂടെ, മ്യൂച്വൽ നെഗോഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള ഒരു കൂടിയാലോചന അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ഉടമ്പടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് വിളിച്ചു ചേർക്കുക എന്നാലോചിക്കുക. എന്നിട്ട് അവരൊരു മ്യൂച്വൽ നെഗോഷിയേഷനിലൂടെ, ഒരു പരസ്പര ധാരണയിലൂടെ ഓരോ സബോർഡിനേറ്റും എന്ത് ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പ്, മാച്ചിങ് റിസോഴ്സസ് വിത്ത് ഒബ്ജക്റ്റീവ്സ്. റിസോഴ്സ് അവൈലബിലിറ്റി is an important aspect of objective setting because it is the proper application of resources which ensures objective achievement. So there should be a matching between objectives and resources. ഓക്കെ, അവിടെ റിസോഴ്സ് അവൈലബിലിറ്റി എന്നാണ്, അറിയാതെ എഴുതിയപ്പോൾ എബിലിറ്റി എന്നായിപ്പോയതാണ്. റിസോഴ്സ് അവൈലബിലിറ്റി എന്നാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒബ്ജക്റ്റീവൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചാൽ മാത്രം പോരാ. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സുകൾ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കി വെക്കാം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട ഒരു റിസോഴ്സാണ് നമുക്ക് ക്യാഷ്, മണി വേണം. ആ ക്യാഷ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇത്തരത്തിലൊരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സുകൾ, ഉറവിടങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ഇത്തരത്തിൽ റിസോഴ്സുകളും ഒബ്ജക്റ്റീവ്സും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഒബ്ജക്റ്റീവ് എത്ര ഉണ്ടോ ആ ഒബ്ജക്റ്റീവൊക്കെ അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സുകളും ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ആ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഒബ്ജക്റ്റീവ്സൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ആ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സുകൾ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി വെക്കുക. അത് രണ്ടും മാച്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ഫൈവത്ത് സ്റ്റെപ്പ്, അപ്രൈസൽ ട്രൈസ് ടു മെഷർ വെദർ സബോർഡിനേറ്റ് ഈസ് അച്ചീവിങ് ഹിസ് ഒബ്ജക്റ്റീവ് ഓർ നോട്ട്. അതായത് അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. അതായത് സബോർഡിനേറ്റ്സിനൊക്കെ നമ്മളിങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സബോർഡിനേറ്റ്സ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് അപ്രൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് മൂല്യനിർണ്ണയം നടത്തുക. അതായത് അവർ കറക്റ്റായിട്ടാണോ അവരുടെ ജോബ് ചെയ്യുന്നത്, അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് മൂല്യനിർണ്ണയം നടത്തുന്നതിനെയാണ് അപ്രൈസൽ എന്ന് വിളിക്കുക. Appraisal is undertaken as an ongoing process with a view to find out deficiency in the working and also to remove it promptly in order to attain the objectives of organization. അപ്പോൾ അപ്രൈസൽ എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ സബോർഡിനേറ്റ്സ് ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ അപ്രൈസൽ നടത്താം. കൂടാതെ എന്തിനും കൂടിയാണ് ഓർഗനൈസേഷനിൽ എല്ലാ എംപ്ലോയീസും കറക്റ്റായിട്ടല്ലേ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുക. അപ്പോൾ എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ നമ്മളുടെ പ്രോസസ്സിലുണ്ടോ, നമ്മളുടെ ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അതുപോലെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയുക, അതിനെയൊക്കെ മാറ്റി നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്യാനൊക്കെ അപ്രൈസൽ സഹായിക്കും. അപ്പോൾ അപ്രൈസൽ നമ്മൾ ചെയ്യണത് എന്തിനൊക്കെയാണ്, ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ എത്രത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ അപ്രൈസൽ നടത്തുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, അതേപോലെ ഈ പ്രോസസ്സിൽ MBO പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് റീസൈക്ലിംഗ്. അപ്പോൾ അപ്രൈസൽ ഈസ് ദ ലാസ്റ്റ് ആസ്പെക്ട് ഓഫ് MBO പ്രോസസ്സ്. MBO പ്രോസസ്സിലെ ലാസ്റ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിൽ അപ്രൈസൽ വരെയാണ് നമ്മൾ MBOയിൽ ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട് ഫോർ റീസൈക്ലിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അതർ ആക്ഷൻസ്. റീസൈക്ലിംഗ് പ്രോസസ് ഇൻക്ലൂഡ് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അറ്റ് വാരിയസ് ലെവൽസ്, ആക്ഷൻ പ്ലാനിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ദോസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പെർഫോമൻസ് റിവ്യൂ.
അതായത് റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പുനഃചക്രമണം നടത്തുക അല്ലെങ്കിൽ പുനരുപയോഗിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വേറെ ഒന്നുമല്ല, റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അതുവരെയുള്ള പെർഫോമൻസിനെയൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യും. അതുവരെയുള്ള ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഓരോ ലെവലിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ടാണോ, ഓർഗനൈസേഷൻ്റെ ഗോൾ നേരം പോലെ ഒബ്ജക്റ്റീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മളൊരു റീസൈക്ലിംഗ് നടത്തും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഓർഗനൈസേഷൻ ഈ സ്റ്റെപ്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ മുൻപുണ്ടായ പോരായ്മകളെ, എല്ലാ പ്രശ്നങ്ങളെയും ഒക്കെ മാറ്റി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ മുൻപുണ്ടായിരുന്ന പോരായ്മകളൊക്കെ തിരുത്തി പുതിയതായിട്ട് വീണ്ടും MBO പ്രോസസ്സിനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്നതിനെയാണ് റീസൈക്ലിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഓർഗനൈസേഷനിലെ MBO പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ്. ഫസ്റ്റ് നമ്മൾ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓർഗനൈസേഷനിലെ KRISകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ സബോർഡിനേറ്റ്സിനുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ റിസോഴ്സും ഒബ്ജക്റ്റീവും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി. അതുപോലെ അപ്രൈസൽ നടത്തി. അതിനുശേഷം ലാസ്റ്റായിട്ട് റീസൈക്ലിംഗ് നടത്തി. അപ്പോൾ ഇത്രയാണ് MBO പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് MBO പ്രോസസ്സിലെ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ക്ലിയർ ആയെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്